ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും. നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ, നോർത്ത് ആഫ്രിക്ക, ഷാം, ലെവാന്ത് ഏരിയകളിൽ, അതുപോലെ തന്നെ മൊറോക്കോ, അതിനപ്പുറമുള്ള സ്പെയിനിൻ്റെ പല ഭാഗങ്ങളും ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട 3 ഡൈനാസ്റ്റികളാണ് ഫാത്തിമി, അയ്യൂബി, മംലൂക്ക് ഡൈനാസ്റ്റികൾ. ഇസ്ലാമിക ചരിത്രത്തിൽ നിരവധി വിവാദങ്ങൾക്കും അതുപോലെ തന്നെ വിപ്ലവങ്ങൾക്കും കാരണമായ 3 ഡൈനാസ്റ്റികളാണ് ഇവ. അതിൽ ഫാത്തിമി ഡൈനാസ്റ്റി ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായി വളരെ ശക്തിയോടുകൂടി തന്നെ ഷിയഈ പൊളിറ്റിക്കൽ ഐഡിയോളജി തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഒരു ഭരണകൂടം രൂപീകരിച്ച വിഭാഗമാണ് ഫാത്തിമികൾ. അവരുടെ ബന്ധം അലി റളിയല്ലാഹു അൻഹുവിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഏകദേശം 909 മുതൽ 1171 വരെ അയ്യൂബികൾ, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അവരെ നീക്കം ചെയ്യുന്നതുവരെ ഒരു നീണ്ട കാലഘട്ടം, 100-ലധികം വർഷം അവർ ഈ പറയുന്ന സിസിലി അടക്കമുള്ള സ്പെയിനിൻ്റെ ചില ഭാഗങ്ങൾ, നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങൾ, സിറിയയുടെ ചില പ്രദേശങ്ങൾ, ലവാന്തിൻ്റെ ചില പ്രദേശങ്ങൾ അടക്കമുള്ള നല്ലൊരു ശതമാനം ഭാഗം ഭരിച്ചിരുന്ന വിഭാഗമാണ് ഫാത്തിമികൾ. അതുപോലെ റഖദ, മഹദിയ, കെയ്റോ അടക്കമുള്ള വിവിധ പ്രദേശങ്ങൾ അവരുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു, അവരുടെ ക്യാപിറ്റലുകളായിരുന്നു. ഷിയഈ ധാര പിൻപറ്റുന്ന ഇവർ, അതായത് ഇസ്മായിലി വിഭാഗമാണ് പ്രധാനമായും ഫാത്തിമികളുടെ, അവരുടെ ഐഡിയോളജി വരുന്നത് ഇസ്മായിൽ ഇബ്നു ജാഫറിൻ്റെ ചിന്തകളിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്കോ ചേർത്തുകൊണ്ടാണ് ഇത് അധികവും പ്രവർത്തിക്കുന്നത്. മൊറോക്കോ, സുഡാൻ, സിസിലി, ലെവാന്ത്, ഹിജാസ് അടക്കമുള്ള, പ്രത്യേകിച്ച് അവസാനം അവരുടെ ശക്തി കേന്ദ്രമായി വരുന്നത് ഈജിപ്റ്റ് എന്ന രാഷ്ട്രവും കൂടിയാണ്. ഈ പ്രദേശത്ത് കേന്ദ്രീകരിച്ചാണ് ഇവിടെ അധിക ഭരണവും ഉണ്ടായത്. അതായത് അൽ ഹുസൈൻ ഇബ്നു അഹ്മദ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഷിയഈ ഇസ്മായിലി പ്രബോധകൻ്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങൾ, നോർത്ത് ആഫ്രിക്കൻ, അതുപോലെ ബെർബർ, ഖുത്താമ എന്ന് വിളിക്കപ്പെടുന്ന ബെർബർ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ, അതായത് ഈ ആശയപ്രചരണം നടത്തുകയും ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പിന്നീട് അവരുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ ഖലീഫ എന്ന് അവർ വിളിക്കുന്ന അബ്ദുള്ള അൽ മഹ്ദി ബില്ല എന്ന സൈനിക നേതാവിൻ്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന ഭാഗങ്ങൾ ചെറുതായി പിടിച്ചെടുക്കുന്നതോടുകൂടിയാണ് അവരുടെ ഒരു അധികാരം അവിടെ രൂപപ്പെടുന്നത്. ചരിത്രത്തിൽ പറയുന്നത് തൻ്റെ തന്നെ മാസ്റ്ററായിരുന്ന അൽ ഹുസൈൻ ഇബ്നു അഹ്മദ് ദായി അദ്ദേഹത്തെ ഈ അബ്ദുള്ള മഹ്ദി ബില്ല വധിക്കുകയായിരുന്നു എന്നാണ് ചരിത്രത്തിൽ ചില ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ പോലും ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തോടു കൂടിയാണ് ഫാത്തിമികളുടെ ഖിലാഫത്ത് തുടക്കമിടുന്നത്. ഏകദേശം 909 മുതൽ 934 വരെയുള്ള നീണ്ട കാലം, ഏകദേശം 30-ലധികം വർഷമാണ് ഇദ്ദേഹം ഫാത്തിമി ഖലീഫയായി അവിടെ ഭരിക്കുവാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഈ ഇസ്മായിലി ഷിയഈ ധാരയുടെ അടിസ്ഥാനത്തിൽ 11ാമത്തെ ഇമാമായിട്ടും ആണ് ഇദ്ദേഹത്തെ പരിഗണിക്കുന്നത്. ഒരേ സമയം അധികാരത്തെ നിലനിർത്താൻ കഴിയുകയും അതേസമയം തന്നെ സ്പിരിച്വൽ അതോറിറ്റിയുടെ ലെജിറ്റിമസി ലഭിക്കുകയും ചെയ്ത ഭരണകർത്താക്കളാണ് ഫാത്തിമി ഡൈനാസ്റ്റിയിലെ ഭരണകർത്താക്കൾ. ഒരുപക്ഷെ പിൽക്കാലത്ത് രൂപപ്പെട്ട സഫവി ഡൈനാസ്റ്റിയും ഇതുപോലെ തന്നെ ഒരേപോലെ രാജാവായും സുൽത്താനായും അതുപോലെ തന്നെ അവരുടെ ഷെയ്ഖായും മതപരമായ മേഖലകളിലെ മാസ്റ്ററായും ഒരേപോലെ അവർക്ക് ഭരിക്കാനും വർത്തിക്കാനും കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചരിത്ര വസ്തുതയാണ്. ഈ സുൽത്താനാണ്, അല്ലെങ്കിൽ ഈ ഖലീഫയാണ്, അബ്ദുള്ള അൽ മഹ്ദി ബില്ലയാണ് ഈ തുനീഷ്യയിലെ അൽ മഹ്ദിയ തൻ്റെ പേരിനോട് ചേർത്ത് കൈറുവാൻ ഭാഗത്ത് ഒരു സിറ്റി സ്ഥാപിക്കുകയും അതിനെ പ്രധാനപ്പെട്ട ക്യാപിറ്റലാക്കി മാറ്റുകയും ചെയ്തത്. ഇദ്ദേഹം തന്നെയാണ് ഈ ഫാത്തിമികളുടെ ഈ കാലത്ത് തന്നെയാണ് മഹ്ദിയയിലെ, തുനീഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളി
ഗ്രേറ്റ് മോസ്ക് ഓഫ് മഹ്ദി എന്ന് വിളിക്കപ്പെടുന്ന ആ പള്ളി 916 ഇദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ കാലത്ത് തന്നെ ബൈസാൻഡിയനുമായും അതായത് റോമൻ അധികാരികളുമായിട്ട് നിരവധി യുദ്ധങ്ങളിലും സംഘർഷങ്ങളിലും ഏർപ്പെടുന്നതും ഈ ഇദ്ദേഹത്തിൻ്റെ അബ്ദുള്ള അൽ മഹദി ബില്ലയുടെ കാലത്താണ്. ഏകദേശം 913 മുതൽ 927 വരെ നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷങ്ങളുടെ കാലമുണ്ട്. ബൾഗേറിയക്കാരുമായി ഫാത്തിമികൾ ഒരുമിച്ച് കൂടുകയും ബൾഗേറിയക്കാർ ഫാത്തിമയുടെ സഹായം ആവശ്യപ്പെടുകയും ഇദ്ദേഹം സഹായം നൽകുകയും എന്നിട്ട് യുദ്ധത്തിലേർപ്പെടുകയും അവസാനം ഇവർ ചില ആഭ്യന്തരമായ പ്രശ്നങ്ങൾ കാരണം ഇദ്ദേഹം പിൻവലിയുകയും അങ്ങനെ നിരവധി സംഘർഷങ്ങൾ ഈ ഇടയിൽ ഉണ്ടാവുന്നുണ്ട്. എന്ന് പറഞ്ഞാലും ഫാത്തിമികളുടെ നേതൃത്വത്തിൽ ബൈസാൻഡിയക്കാരെ ചെറുക്കുന്നു എന്ന ഒരു ചരിത്ര വസ്തുത ഈ ഫാത്തിമികളുടെ ഒരു വീരപരിവേഷം നൽകുവാൻ കാരണമായിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ശേഷം പിന്നീട് ഭരിച്ചത് അബുൽ ഖാസിം മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന് വിളിക്കപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ തന്നെ മകനാണ്. ഏകദേശം 934 മുതൽ 946 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണം. ഇദ്ദേഹത്തിന് ഖിലാഫത്ത് നല്ല രീതിയിൽ തൻ്റെ പിതാവിനെ പോലൊന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. അതുമാത്രമല്ല കറാമിത്ത വിഭാഗം ഈ ഫാത്തിമികളുടെ അധികാരത്തെ ഖിലാഫത്തിനെ അംഗീകരിക്കാതിരുന്ന കറാമിത്ത വിഭാഗത്തിൻ്റെ ശക്തമായ അറ്റാക്കുകളൊക്കെയും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ അബൂ യസീദ്, ഒരു ബെർബർ ഇബാദി വിഭാഗത്തിൻ്റെ നേതാവായിരുന്ന അബൂ യസീദ് വിളിക്കപ്പെടുന്ന ഒരു ബെർബർ ഗോത്രത്തിൻ്റെ നേതാവുമായുള്ള ശക്തമായ റിവോൾട്ടുകളൊക്കെ ഉണ്ടാവും. തുടക്കമിടുന്നത് ഈ രണ്ടാമത്തെ ഖലീഫ അബുൽ ഖാസിം മുഹമ്മദ് ബിൻ അബ്ദുല്ലയുടെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഭരണാധികാരിയായിരുന്ന ഇസ്മായിൽ അൽ മൻസൂർ, അബൂ ത്വാഹിർ ഇസ്മായിൽ എന്നാണ് വിളിക്കപ്പെടുന്നത്, 946 മുതൽ 953 വരെ നീണ്ടു നിൽക്കുന്ന ഏകദേശം 7 വർഷക്കാലത്തെ ഭരണം. ഇദ്ദേഹമാണ് ഈ അബൂ യസീദിൻ്റെ കലാപത്തെ അടിച്ചമർത്തുന്നതും അതുപോലെ തന്നെ ഫാത്തിമികളുടെ അധികാരത്തെ വീണ്ടും അടിയുറപ്പിച്ചു നിർത്തുന്നതും. ആ ഒരു സാഹചര്യത്തിൽ അബൂ യസീദിൻ്റെ മറ്റൊരു സംഭവം കൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് സ്പെയിൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉമയ്യ ഭരണകൂടം അവിടെ ശക്തമാവുന്നത്. ഏകദേശം 900 ഈ കാലഘട്ടത്തിൽ അബ്ദുറഹ്മാൻ III 929 അബ്ദുറഹ്മാൻ മൂന്നാമൻ സ്പെയിനിലെ ഉമയ്യ ഇമാറാത്തിനെ ഖിലാഫത്തായി പ്രഖ്യാപിക്കുന്നത്. അതായത് ഒരേ സമയം ഒരു ഫാത്തിമി ഖിലാഫത്ത് നോർത്ത് ആഫ്രിക്ക കേന്ദ്രീകരിച്ചുണ്ടാവുന്നു, അബ്ബാസി ഖിലാഫത്ത് ഇറാഖ് ഇറാൻ ഭാഗത്ത് കേന്ദ്രീകരിച്ചുണ്ടാവുന്നു, ഉമയ്യ ഖിലാഫത്ത് സ്പെയിൻ കേന്ദ്രീകരിച്ചുണ്ടാകുന്നു. ഒരേ സമയം 3 ഖിലാഫത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ ഈ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് നേരത്തെ കലാപമുണ്ടാക്കിയ അബൂ യസീദ് അബ്ദുറഹ്മാൻ മൂന്നാമൻ്റെ സൈന്യത്തിൻ്റെ സഹായം ആവശ്യപ്പെടുകയും അദ്ദേഹം അയച്ച് ആ സൈന്യം സഹായം നൽകുകയും എന്നാൽ പാതി വെച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നു, അതായത് ഈ ഇസ്മായിൽ മൻസൂർ യുദ്ധത്തിൽ ജയിച്ചു എന്നറിഞ്ഞതോടുകൂടി ആ സൈന്യത്തെ പിൻവലിക്കുന്ന സംഭവമൊക്കെയും ഇതിൻ്റെ ഇടയിലാണ് സംഭവിക്കുന്നത്. അതായത് ഈ ഫാത്തിമികളുടെ രാഷ്ട്രീയ നയനിലപാടുകൾക്കെതിരെയായിരുന്നു ഉമയ്യാക്കൾ അന്നുണ്ടായിരുന്നത് എന്നതിൻ്റെ ഒരു ചരിത്രപരമായ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് വീണ്ടും ഫാത്തിമകളുടെ അധികാരത്തിന് പ്രവിശാലമായ സാധ്യതകളൊക്കെ ഒരുക്കി കൂടുന്നത്. അതിനുശേഷം വന്ന 4ാമത്തെ ഖലീഫയായിരുന്ന അബൂ തമീം മഅദ് അൽ മൊയ്സു ലി ദീനില്ല. അദ്ദേഹം 953 മുതൽ 975 വരെ നീണ്ട കാലമാണ്. 14ാമത്തെ ഇമാമായിട്ടാണ് ഈ ഇസ്മായിലി ഇമാം ആയിട്ടാണ് ഇദ്ദേഹത്തെ അവർ കരുതുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് കാഹിറ എന്ന് വിളിക്കപ്പെടുന്ന ദ വിക്ടോറിയസ് വിജയീഭാവമുള്ള പ്രദേശം എന്നർത്ഥം വെക്കുന്ന കെയ്റോയുടെ രൂപീകരണം സംഭവിക്കുന്നത് ഈ 4ാമത്തെ ഖലീഫയുടെ കാലഘട്ടത്തിലാണ്. 969 ഇതിൻ്റെ രൂപീകരണം, ഇതിൻ്റെ നിർമ്മാണം ഉണ്ടാവുന്നത്, അതായത് സ്ഥാപിക്കപ്പെടുന്നത് അന്നാണ്. ഇദ്ദേഹം മൊറോക്കോ അതുപോലെ തന്നെ സ്പെയിൻ ഇറ്റലി ഭാഗങ്ങളിൽ റെയ്ഡ് നടത്തുക, ഇങ്ങനെ നിരവധി സൈനിക എക്സ്പെഡിഷനൊക്കെ നടത്തിയ ഒരാളും കൂടിയാണ്. ഇതേ സമയം തന്നെ
ഫാത്തിമികളുടെ ഒരു പൊതുവായ ഒരു ചരിത്രം യഹൂദ, ക്രിസ്ത്യൻ, കോപ്റ്റിക് ക്രിസ്ത്യൻസ് അടക്കമുള്ള നോൺ മുസ്ലിം കമ്മ്യൂണിറ്റികളോട് നല്ല രീതിയിലുള്ള ഒരു മതസൗഹാർദ്ദ നിലപാട് സ്വീകരിക്കുന്ന അതേ സമയം തന്നെ എന്നാൽ സുന്നി മുസ്ലിങ്ങളോട് ശക്തമായ വിരോധം പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗവും കൂടിയായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ നല്ലൊരു സാഹിത്യപരമായ ഒരു ഉയർച്ച ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ജൂസ് ക്രിസ്ത്യൻ സമൂഹങ്ങളോടുള്ള നല്ല സഹിഷ്ണുതാപരമായ സമീപനം ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് കോപ്റ്റിക് ക്രിസ്ത്യൻ, ഈജിപ്റ്റ് അടക്കമുള്ള ഭാഗങ്ങളിലെ തിബത്തി ക്രിസ്ത്യൻസിനോട് നല്ലൊരു ബന്ധമുണ്ടാവുന്നു. കറാമിത്തി വിഭാഗങ്ങൾക്കെതിരെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറാമിത്തി വിഭാഗങ്ങൾക്കെതിരെ ശക്തമായ യുദ്ധം കൂടുതൽ ഊർജിതമാവുന്നത് ഇദ്ദേഹത്തിൻ്റെ 4ാമത്തെ ഖലീഫയായ അബൂ തമീം മഅദുൽ മൊയ്സുൽ ദീനില്ലയുടെ കാലഘട്ടത്തിലാണ്. കറാമിത്തകളെയൊക്കെ ശക്തമായി എതിർക്കുന്നതും, കാരണം കറാമിത്ത അവരും ഏകദേശം ഒരു ഷിയഈ ഫിലോസഫി പിൻപറ്റുന്നവരാണെങ്കിൽ പോലും എന്നാൽ ഫാത്തിമികളുടെ ഖിലാഫത്തിനെ അംഗീകരിക്കാത്തവരായിരുന്നു. അതുകൊണ്ടാണ് അവർക്കെതിരെയും യുദ്ധമുണ്ടായിരുന്നത്. അതിനുശേഷം വന്ന 5ാമത്തെ ഖലീഫ അബൂ മൻസൂർ നിസാർ അൽ അസീസ് ബില്ല 975 മുതൽ 996 വരെ മറ്റൊരു നീണ്ട കാലമാണ് ഇദ്ദേഹം ഭരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഷാം, ലെവാന്ത് എന്ന് വിളിക്കപ്പെടുന്ന ഷാം പ്രദേശങ്ങൾ കീഴടക്കുന്നത്. ദമാസ്കസ് കീഴടക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ദമാസ്കസ് കീഴടക്കുന്നത് ഒരുപക്ഷെ അത് ബൈസാൻഡിയൻ അതിർത്തി അധികാര പ്രദേശമായിരുന്നു. അത് ഈ ബൈസാൻഡിയുടെ കീഴടക്കം ദമസ്കസിൻ്റെ കീഴടക്കം ബൈസാൻഡിയൻ ഭരണാധികാരിയുമായിട്ടുള്ള ശക്തമായ ഒരു പോരിന്, ഒരു സംഘർഷത്തിന് ഇത് കാരണമായി മാറുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റം സംഭവിക്കുന്നത്. അതുവരെ ഖുത്താമ എന്ന് വിളിക്കപ്പെടുന്ന ബർബർ സമൂഹത്തിൻ്റെ സൈനിക മേധാവിത്വമായിരുന്നു ഫാത്തിമികൾക്കിടയിൽ ഉണ്ടായിരുന്നത്. അവരുടെ ഒരു സാമൂഹിക രാഷ്ട്രീയ സൈനിക ഘടനയിൽ ഈ ബർബർ സമൂഹത്തിനായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അബൂ മൻസൂറിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം തുർക്കിക്, അതുപോലെ തന്നെ ഇറാനി ദൈലാമിക് വിഭാഗം, തുർക്കി വിഭാഗവും ഇറാനി ദൈലാമിക് വിഭാഗം എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു വിഭാഗം, ഇവരെയും കൂടി സൈന്യത്തിൻ്റെ പ്രബല വിഭാഗങ്ങളാക്കി മാറ്റിയത് അവരുടെ ഒരു സാമൂഹിക രാഷ്ട്രീയ സൈനികപരമായ ഘടനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഈ ഖുത്താമ വിഭാഗത്തിൻ്റെ ഒരു കുത്തക നഷ്ടപ്പെടാനും കാരണമാവുന്നുണ്ട്. ഈ കാലഘട്ടത്തിലാണ് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നത്. യാക്കൂബ് ഇബ്ൻ കിലീസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ നായകൻ ഉടലെടുക്കുകയും ഒരുപക്ഷെ ഫാത്തിമികളുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു മന്ത്രി എന്നുള്ള, വസീർ എന്നുള്ള സ്ഥാനം ലഭിക്കുന്നത് അദ്ദേഹത്തിനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചരിത്രം നോക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ സുന്നികൾക്കെതിരെ ശക്തമായ ഒരു ആക്രമണങ്ങളൊക്കെയും പെർസിക്യൂഷനൊക്കെയും അബൂ മൻസൂർ നിസാറിൻ്റെ കാലത്തും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്, അബൂ മൻസൂർ നിസാറിൻ്റെ കാലഘട്ടത്തിലാണ് 988 ജാമിയത്തുൽ അസ്ഹർ സ്ഥാപിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ലെവാന്ത്, ഷാം ഏരിയയിലുള്ള എക്സ്പാൻഷൻ വീണ്ടും ശക്തമാവുന്നതും ഇദ്ദേഹത്തിൻ്റെ അബൂ മൻസൂർ നിസാറിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. അതിനുശേഷം 6ാമത്തെ ഖലീഫയായി വരുന്നത് അബൂ അലി മൻസൂർ അൽ ഹാക്കിമു ബി അമ്രില്ല എന്ന ഭരണാധികാരിയാണ്. 996 മുതൽ 1021 വരെയുള്ള കാലഘട്ടമാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും സംഘർഷങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയാണ്. അബ്ബാസികൾക്കെതിരെ ശക്തമായ യുദ്ധമുണ്ടാവുന്നു. ബഹ്റൈൻ ഭാഗത്ത് കേന്ദ്രീകരിച്ചിരുന്ന കറാമിത്തി വിഭാഗങ്ങൾക്കെതിരെ ശക്തമായ ഒരു യുദ്ധം ഉണ്ടാവുന്നു. അതുപോലെ തന്നെ നേരത്തെ ഫാത്തിമകളുടെ കീഴിലുണ്ടായിരുന്ന സൈന്യത്തിൻ്റെയും ജനങ്ങൾക്കിടയിലും ഉണ്ടായിരുന്ന തുർക്കിക്, അതുപോലെ തന്നെ ബർബർ ട്രൈബുകളുടെയും റേസുകളുടെയും വംശജരുടെ തമ്മിലുള്ള ആഭ്യന്തര കലഹവും രൂക്ഷമാവുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ബാഗ്ദാദിൽ ഫാത്തിമികൾക്കെതിരെ ഒരു സമ്മേളനം പോലെ ഉണ്ടാവുകയും ആ സമ്മേളനത്തിൽ അവിടെ അബ്ബാസികളായ, അതായത് അബ്ബാസി ഖിലാഫത്തുള്ള കാലഘട്ടമാണല്ലോ ഈ 10-11 കാലഘട്ടങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ബാഗ്ദാദിൽ അബ്ബാസി ഖിലാഫിൻ്റെ നേതൃത്വത്തിൽ ഒരു കോൺഫറൻസ് പോലെ സംഭവിക്കുകയും ആ കോൺഫറൻസിൽ ഫാത്തിമികൾക്ക് അവർക്ക് അഹ്ലുബൈത്തുമായും അലിയുമായും യാതൊരു ബന്ധമില്ല എന്ന് പറയുന്ന പ്രഖ്യാപനവും ഉണ്ടാവുന്നത് അബൂ അലി മൻസൂറിൻ്റെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്ത്
അതായത് ഇവരുടെ അധികാര കേന്ദ്രത്തിന് പുറത്ത് ഫാത്തിമികളുടെ ഒരു ലെജിറ്റിമസി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഈ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. അതുപോലെ അബു അലി മൻസൂറിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ദുറൂസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം, ദുറൂസ് മൂവ്മെൻറ്റ്, ഇന്ന് അതൊരു മറ്റൊരു മതവിഭാഗം എന്നതുപോലെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. അത് പ്രത്യേകിച്ച് ലബനാൻ, സിറിയൻ ഭാഗങ്ങളിലാണ് ഈ ദുറൂസ് വിഭാഗങ്ങൾ ഉള്ളത്. അന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന വിങ്ങായിട്ടാണ് ദുറൂസ് മൂവ്മെൻറ്റ് രൂപപ്പെട്ടത്. ഇവർ ചരിത്രത്തിൽ പറയപ്പെടുന്നത് അബു അലി മൻസൂറിനെ അൽ ഹാക്മു ബി അമ്രില്ല, അദ്ദേഹത്തെ ഒരു ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ, ദൈവത്തിൻ്റെ പ്രതിരൂപമായി പോലും മാനമായി കരുതുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നത്രേ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പേര് അവരുടെ പ്രാർത്ഥനകൾ പോലും ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം ദുറൂസ് മൂവ്മെൻറ്റ് അന്ന് ചെയ്തിരുന്നു. ഇതിന് പ്രധാന കാരണം ഇദ്ദേഹത്തിൻ്റെ തന്നെ സ്വഭാവങ്ങളായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു 35 വയസ്സ് കഴിയുന്നതോടുകൂടി ചരിത്രം പറയുന്നത് ഇദ്ദേഹം കൂടുതൽ ഒരു മിസ്റ്റിക്കൽ സ്വഭാവത്തിലേക്കായി മാറുകയും പിന്നീട് അധികാരം മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു കഴുതപ്പുറത്ത് അദ്ദേഹം രാത്രി യാത്ര തിരിക്കുകയും പിന്നീട് ആ കഴുതയും അതുപോലെ തന്നെ രക്തപങ്കിലമായ ഡ്രസ്സ് മാത്രം കണ്ടുകിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആ ഒരു തരത്തിൽ ഒരു മിസ്റ്റിക്കൽ സ്വഭാവം ഉണ്ടായിരുന്ന, അധികാരം ത്യജിച്ച ഒരു ഭരണാധികാരി ആയിട്ടാണ് ഫാത്തിമികൾക്കിടയിൽ ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ വിവിധ വൈജ്ഞാനിക വിപ്ലവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ദാറുൽ ഇൽമ് പോലുള്ള മദ്രസ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ അതിനാവശ്യമായ സാമ്പത്തിക സപ്പോർട്ടുകളെല്ലാം ഈ അബു അലി മൻസൂറിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരേ സമയം ഫാത്തിമികളുടെ ഷിഈ ഫിലോസഫി തന്നെ ആയിരുന്നെങ്കിൽ പോലും ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിലും ബിൽഡിംഗ് രൂപീകരണത്തിലും ഉണ്ടാക്കുന്നതിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ആർക്കിടെക്ചർ കാര്യങ്ങളിലെല്ലാം ഇവരും ഉഷാറായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. അതിനുശേഷം നിരവധി ഖലീഫമാരാണ് വന്നത്. അലി സാഹിർ, അതായത് അബുൽ ഹസൻ അലി ഇബ്ൻ ഹാക്കിം എന്ന് വിളിക്കപ്പെടുന്ന അലി വാഹിർ, അതുപോലെ തന്നെ അബു തമീം മാദ് മുൻതസിർ ബില്ല, അബുൽ ഖാസിം മുഹമ്മദ് ബിൻ മാദ്, അബുൽ അലി മൻസൂർ ബിൻ മുസ്തഅലി, അൽ ഹാഫിൽ അലി വാഹിർ, അൽ ഫൈദ് ബിൻ നസറുല്ല, അൽ ആബിദ്, ഇങ്ങനെ വിളിക്കപ്പെടുന്ന നിരവധി ഭരണാധികാരികൾ, ഖലീഫമാർ അവരുടെ ചരിത്രത്തിൽ അവസാനം വരുന്നുണ്ട്. ഇത് അവസാനത്തെ ഭരണാധികാരിയായിരുന്ന അൽ ആബിദിൻ്റെ കാലം 1160 മുതൽ 1171 വരെയാണ്. ഈ അൽ ആബിദിൻ്റെ കാലത്തേക്ക് എത്തുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ അധികാരം ഏകദേശം ദുർബലമാവുകയും അവിടെ വിവിധ സൈനിക ശക്തികളൊക്കെ ഉടലെടുക്കുകയും അബ്ബാസി ഖിലാഫത്തിൻ്റെ സപ്പോർട്ടോടു കൂടി അന്നുണ്ടായിരുന്ന നൂറുദ്ദീൻ സങ്കി ഭരണകൂടം, നൂറുദ്ദീൻ സങ്കി എന്ന് വിളിക്കപ്പെടുന്ന സങ്കി രാജവംശത്തിൻ്റെ പ്രധാനപ്പെട്ട ഭരണാധികാരി, അദ്ദേഹം ഒരു സൈനിക ജനറൽ ആയിരുന്നല്ലോ. അദ്ദേഹത്തിന് കീഴിലായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബി ഉണ്ടായിരുന്നത്. അപ്പോൾ സലാഹുദ്ദീൻ അയ്യൂബി അൽ ആബിദിൻ്റെ അധികാരത്തെ 1171 ഇല്ലായ്മ ചെയ്യുന്നതോടുകൂടി ഫാത്തിമികളുടെ അധികാരം നഷ്ടപ്പെടുകയും അവർ ചരിത്രത്തിൽ നിന്ന് മായ്ക്കപ്പെടുകയുമാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ അവിടെ അയ്യൂബി രാജവംശത്തിൻ്റെ തുടക്കമിടുന്നത്. ഏകദേശം അത് സംഭവിക്കുന്നത് 1171 ഇത് 1171 തുടങ്ങുന്ന അയ്യൂബികളുടെ ഈ ഒരു ഭരണം പിന്നീട് 1260 വരെ ഡയറക്റ്റായി 1260 വരെ ഉണ്ടാവുകയും എന്നാൽ സിറിയയിലെയും ഷാമിലെയും ഒക്കെ ചില ഭാഗങ്ങളിൽ 1341 വരെ നീണ്ടു നിൽക്കുന്ന മറ്റൊരു ചരിത്രവും നമുക്ക് അയ്യൂബികളുടെ ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഈ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഭരണം, നൂറുദ്ദീൻ സങ്കിയുടെ തന്നെ മിലിറ്ററി ജനറലായിരുന്ന അദ്ദേഹം സങ്കിയുടെ മരണത്തിന് ശേഷം ഇദ്ദേഹം ഭരണത്തിലേറുകയാണ് ചെയ്യുന്നത്. അയ്യൂബികളുടെ വിവിധ ക്യാപിറ്റലുകളുണ്ട്. അത് കാരണം പ്രധാനമായും കെയ്റോ ആയിരുന്നെങ്കിലും പിന്നീട് ദമാസ്കസ്, അതുപോലെ തന്നെ അലപ്പോ, അവസാനം ഹമ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിറിയയിലെ അധികാര കേന്ദ്രമായിരുന്ന ഹമ ആയിരുന്നു അവരുടെ അവസാനത്തെ അധികാര കേന്ദ്രം. 1341 അത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്.
ഈ ഒരു കാലഘട്ടത്തിൽ നേരത്തെ സലാഹുദ്ദീൻ അയ്യൂബി ഒരുപക്ഷെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിപ്ലവകാരിയായ, അതുപോലെ തന്നെ യൂറോപ്യൻ ചരിത്രകാരന്മാർ പോലും, ബ്രിട്ടീഷ് യൂറോപ്യൻ ചരിത്രകാരന്മാർ പോലും ഏറ്റവും കൂടുതൽ ആദരവോടു കൂടി കാണുന്ന ഒരു ഭരണാധികാരിയാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. അദ്ദേഹത്തിൻ്റെ അന്നാസിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പെണ്ണം, അതായത് അദ്ദേഹത്തിൻ്റെ വിളിക്കപ്പെടുന്നത് ലഖബ് അന്നാസിർ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ബാറ്റിൽ ഓഫ് ഹിത്തീൻ, അതായത് ക്രുസേഡ്ക്കെതിരെ ശക്തമായ യുദ്ധമുണ്ടാവുന്ന 1187 യുദ്ധം ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഉണ്ടാവുന്നത്. അതോടുകൂടി ജെറൂസലേം, ഫലസ്തീൻ തിരിച്ചു പിടിക്കുന്ന ഒരു ചരിത്രവും നമുക്ക് കാണുവാൻ കഴിയും. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം 1193 സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി മരണമടയുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾക്കിടയിൽ സംഘർഷങ്ങൾ ഉണ്ടാവുകയും, എന്നാൽ അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരനായിരുന്ന അൽ ആദിൽ അദ്ദേഹം അധികാരം തിരിച്ചു പിടിക്കുകയും പിന്നീട് ഈ അൽ ആദിലിൻ്റെ മക്കൾ പരമ്പരയാണ് അയ്യൂബി ഭരണകൂടം എന്ന രീതിയിൽ നമ്മൾ പിന്നീട് അറിയാൻ കഴിയുന്നത്. ഏകദേശം 1247 അസ്വാലിഹ് അൽ അയ്യൂബ് അദ്ദേഹമാണ് പ്രധാനമായും ഈ നീണ്ട ഭരണത്തിന് ശേഷം 1247 അസ്വാലിഹ് അൽ അയ്യൂബ് എന്ന് വിളിക്കപ്പെടുന്ന അയ്യൂബിയായ സ്വാലിഹ് എന്ന ഭരണാധികാരിയാണ് ഇവർക്കിടയിൽ രൂപപ്പെട്ട അനൈക്യങ്ങളെ ഇല്ലാതാക്കുകയും വീണ്ടും ഒരു അയ്യൂബി ഭരണകൂടത്തിൻ്റെ സ്റ്റേബിളായ ഒരു ഭരണ സംവിധാനം വീണ്ടും പുനഃക്രമീകരിക്കുന്നത് അസ്വാലിഹ് അൽ അയ്യൂബിൻ്റെ കാലഘട്ടത്തിലാണ്. ഇത് സംഭവിക്കുന്നത് 1247 ശേഷമാണ്. അതിനുശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ മകനായ അൽ മുഅzzam തുറാൻ ഷാ 1249 അധികാരത്തിൽ വരുന്നത്. ഈ ഒരു കാലഘട്ടം അൽ മുഅzzam തുറാൻ ഷായുടെ കാലഘട്ടമാണ് ഒരുപക്ഷെ അയ്യൂബികളുടെ ചരിത്രത്തിൽ മറ്റുള്ള ട്രൈബുകളെ, മറ്റുള്ള മുസ്ലിം വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് തുർക്കിക് വംശജരായ മംലൂക്കുകളെ സൈനിക മേഖലകളിലേക്ക് പ്രധാനമായി നിയമിക്കുന്നത്. ഈ വിഭാഗത്തിന് പിന്നീട് മുഅzzമിയ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അതായത് മുഅzzം എന്ന പേരിലേക്ക് ചേർത്തുകൊണ്ട് മുഅzzമിയ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇത് തന്നെയാണ് ഒരുപക്ഷെ മംലൂക്ക് ഭരണകൂടത്തിൻ്റെ ശക്തി തുടക്കമിടാൻ കാരണം ഈ തുറാൻ ഷായുടെ ഈ നയനിലപാടാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈജിപ്റ്റ് ഭാഗത്താണ് അയ്യൂബികൾ കൂടുതൽ അധികാരമുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഹിജാസിൻ്റെ ചില ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഇറാഖ്, ലെവാൻത്ത്, ഷാം, ഗ്രേറ്റർ സിറിയയുടെ ഭാഗങ്ങൾ മുഴുവനും ഫലസ്തീൻ്റെ പിടിച്ചടക്കലിന് ശേഷം ഇതെല്ലാം അയ്യൂബികളുടെ അധികാരത്തിലേക്ക് വന്നതായി കാണുവാൻ കഴിയും. പിന്നീട് തുറാൻ ഷായുടെ അധികാരത്തിന് ശേഷം ഈജിപ്തിലെ അധികാരം ഇല്ലാതാവുന്നുണ്ട്. അതായത് പ്രധാനമായും അയ്യൂബികൾ ഈജിപ്റ്റ് ആയിരുന്നല്ലോ ഭരിച്ചിരുന്നത്. തുറാൻ ഷായുടെ ഭരണത്തിന് ശേഷം ഈജിപ്തിലെ അധികാരം ഇല്ലാതാവുകയും പിന്നീട് അത് സിറിയയിലെ അലപ്പോ, അതിനുശേഷം ഹമ ഭാഗങ്ങൾ മാത്രമാണ് അവശേഷിച്ചത്. അത് 1341 കൂടി ഇവരുടെ ഈ ഒരു ചരിത്രം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അയ്യൂബികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അവർ സുന്നികളായിരുന്നു. ഫാത്തിമികൾക്കെതിരെ ശക്തമായ മതപരമായ തന്നെ ശക്തമായ സമീപനം സ്വീകരിച്ചവരാണ്. ഫാത്തിമി ഇസ്മായിലി ആശയങ്ങളെ, ചിന്താധാരകളെ മുസ്ലിം പ്രദേശത്തു നിന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിയ ആളും കൂടിയാണ്. അതുപോലെ തന്നെ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഒരുപക്ഷെ ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി ഖാദിമുൽ ഹറമൈൻ എന്നുള്ള പദം സ്വീകരിച്ചത് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയാണ്. അത് പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ പൊന്തി വന്നത് സലീം ഒന്നാമൻ 1517 മംലൂക്കുകളെ പരാജയപ്പെടുത്തി ഇജാസ് കീഴടക്കുന്നതോടുകൂടിയാണ്. അദ്ദേഹം പിന്നീട് രണ്ടാമത് സലീം ഒന്നാമൻ ഖാദിമുൽ ഹറമൈൻ എന്നുള്ള പദം സ്വീകരിക്കുന്നതും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഇസ്ലാമിക ലോകത്ത് ചെയ്തത്. ഒന്ന്, ക്രുസേഡുകൾക്കെതിരെയുള്ള ശക്തമായ യുദ്ധം, മംഗോളുകളുടെ അധികാരത്തെ കൺട്രോൾ ചെയ്യുന്ന സമീപനം, സുന്നി മുസ്ലിം പെർസ്പെക്റ്റീവ് നടപ്പിലാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ, സാമ്പത്തികമായ അഭിവൃദ്ധി ഇദ്ദേഹത്തിൻ്റെ കാലത്തെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു. വൈജ്ഞാനിക വ്യവഹാരങ്ങൾക്ക് വ്യാപനം നൽകുക എന്നുള്ള അർത്ഥത്തിൽ മദ്രസകളുടെ ശൃംഖലകളുടെ രൂപീകരണം, അതെല്ലാം
അയ്യൂബികളുടെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഇതിൽ നിരവധി സുൽത്താൻമാരുടെ പേരുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് സ്വാഭാവികമായും ഒന്നാമത് സലാഹുദ്ദീൻ അയ്യൂബിയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരനായ അൽ ആദിൽ ഒന്നാമനാണ്. പിന്നീട് അൽ അസീസ്, അതുപോലെ തന്നെ അൽ കാമിൽ ഒന്നാമൻ, അൽ മൻസൂർ, അൽ ആദിൽ രണ്ടാമൻ, അസ്വാലിഹ് എന്നത് ആറാമത്തെ ഭരണാധികാരിയാണ്. ഈ അസ്വാലിഹ് അയ്യൂബ് ഞാൻ നേരത്തെ പരാമർശിച്ചിരുന്നു. ഈ അസ്വാലിഹ് അയ്യൂബിൻ്റെ ഭാര്യയായിരുന്ന ഷജറുദ്ദുർ ആയിരുന്നു ഏകദേശം ഒരു 3 മാസത്തോളം അയ്യൂബി രാജവംശം ഭരിച്ചിരുന്നത് എന്നും ചരിത്രത്തിലെ പ്രത്യേകമായ ഒരു സംഭവമാണ്. കാരണം ഇസ്ലാമിക ചരിത്രത്തിൽ സ്ത്രീകളുടെ നേരിട്ടുള്ള ഭരണം പിന്നീടൊന്ന് മറ്റൊന്ന് സംഭവിച്ചത് നമ്മുടെ ഇന്ത്യയിലെ സൽത്തനത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അത് റസിയ സുൽത്താനയുടെ ഭരണമാണ്. മറ്റൊന്നാണ് ഈ ഷജറുദ്ദുർ 1250 ഏകദേശം 3 മാസക്കാലം ഉമ്മു ഖലീൽ എന്ന് വിളിക്കപ്പെടുന്ന ഈ സ്ത്രീ ഭരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഇവരുടെ അധികാരം ഇല്ലാതാവുന്നത് മംലൂക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുറാൻ ഷായുടെ നേതൃത്വത്തിൽ തുറാൻ ഷാ വിവിധ മംലൂക്കുകളായ ആൾക്കാരുടെ, മംലൂക്ക് എന്ന് വിളിക്കപ്പെടുന്നത് അധികവും മുമ്പ് സ്ലേവുകളായിരുന്ന, പ്രത്യേകിച്ച് തുർക്കിക്ക് ഭാഗവും സെൻട്രൽ ഏഷ്യൻ ഭാഗം, അതുപോലെ തന്നെ വിവിധ ഇറാൻ, ഇറാഖ് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ മുൻകാലങ്ങളിൽ അടിമകളായിരുന്ന, എന്നാൽ അവർ ഇസ്ലാം സ്വീകരിക്കുകയും അവർ സ്വതന്ത്രരാവുകയും ദീനി മതവിദ്യാഭ്യാസവും സൈനികവുമായ രാഷ്ട്രീയവുമായ ട്രെയിനിങ് ലഭിക്കുകയും പിന്നീട് മുസ്ലിം സൈന്യങ്ങളുടെയും അധികാര സ്ഥാനങ്ങളിൽ നിരവധി സ്ഥാനം ലഭിച്ച ആൾക്കാരായിരുന്നു ഈ മംലൂക്കുകൾ. ഇവരെ, പ്രത്യേകിച്ച് ഇവരുടെ ആർമിയെ ഉപയോഗിച്ച തുറാൻ ഷായുടെ സമീപനമാണ് അത് ഇവർക്കിടയിൽ ഇവരൊരു ശക്തമായ ഒരു അധികാര ശക്തിയായി ഉയർന്നു വരുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ ചരിത്രത്തിൽ നിന്നാണ് നമുക്ക് മംലൂക്കുകളുടെ ചരിത്രം തുടങ്ങേണ്ടത്. മംലൂക്കുകളുടെ ചരിത്രത്തിൽ പ്രധാനമായും ശക്തനായ ഭരണാധികാരിയായി വരുന്നത് ഇസുദ്ദീൻ ഐബക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹം അതായത് ഇൻഡിപെൻഡൻ്റ് ആയ ഒരു ഭരണകൂടമാണ് ഇവർ മംലൂക്കുകൾ ഈ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്ത് ഇൻഡിപെൻഡൻ്റായി അയ്യൂബികളുടെ അധികാരമില്ലാതാവുന്ന സാഹചര്യത്തിലാണ് മംലൂക്കുകൾ അധികാരത്തിൽ വരുന്നത്. അത് ഇസുദ്ദീൻ ഐബക്കാണ് ആദ്യത്തെ സുൽത്താനായി അറിയപ്പെടുന്നത്. ഇദ്ദേഹം വെറും 1250 തുടക്കമിടുന്നതെങ്കിലും വെറും 5 ദിവസം മാത്രമേ ഇദ്ദേഹത്തിന് ഭരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ്. രണ്ടാമത് അൽ മൻസൂർ അലി എന്ന് വിളിക്കപ്പെടുന്ന രണ്ടാമത്തെ സുൽത്താൻ, അദ്ദേഹം ഏകദേശം 1259 വരെയുള്ള കാലഘട്ടത്തിൽ ഭരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് പ്രധാനപ്പെട്ട 2 സൈനിക അല്ലെങ്കിൽ ഭരണാധികാരികളാണ്. ഒന്ന് സൈഫുദ്ദീൻ ഖുത്തൂസ്, അദ്ദേഹമാണ് 1259-60 വരെയുള്ള കാലഘട്ടത്തിലാണ് ഭരണാധികാരിയായി മാറുന്നെങ്കിൽ പോലും അയ്യൂബികളുടെ കാലഘട്ടത്തിൽ മംലൂക്ക് സൈനിക മേഖലകളിൽ ഏകദേശം നീണ്ട കാലഘട്ടം ഒരു സൈന്യാധിപനായി നിൽക്കുന്ന ചരിത്രമൊക്കെയും സൈഫുദ്ദീൻ ഖുത്തൂസിൻ്റെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഐന് ജാലൂത്ത് യുദ്ധമുണ്ടാകുന്നത്. സൈഫുദ്ദീൻ ഖുത്തൂസിൻ്റെയും അതുപോലെ തന്നെ റുക്നുദ്ദീൻ ബൈബേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് ഈ 1260 പശ്ചാത്തലത്തിൽ ഐന് ജാലൂത്ത് യുദ്ധമുണ്ടാവുകയും മംഗോളുകളുടെ ഇസ്ലാമിക ലോകത്ത്, പ്രത്യേകിച്ച് നോർത്ത് ആഫ്രിക്കൻ ഹിജാസ് ഭാഗത്തെ അവരുടെ മുഴുവൻ സ്വാധീനവും ഇല്ലാതാക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണെന്ന് നമുക്ക് ചരിത്രത്തിൽ നോക്കുമ്പോൾ കാണുവാൻ കഴിയും. മറ്റൊരു പ്രത്യേകത, മംലൂക്കുകൾക്ക് 2 വിഭാഗങ്ങളായി അവരുടെ ചരിത്രത്തെ നമുക്ക് വേർതിരിക്കുവാൻ കഴിയും. അതിലൊന്നാമത് തുർക്കി ബഹരി വംശപരമായ ബന്ധമുണ്ടായിരുന്ന ഭരണാധികാരികളുടെ 1250 മുതൽ 1382 വരെ 1250 മുതൽ 1382 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഭരണകാലഘട്ടം, അതായത് തുർക്കിക് ബഹരി ഒറിജിൻസ് ആയ സുൽത്താൻമാരുടെ കാലഘട്ടം. രണ്ടാമത് ബുർജി എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ സെർസേറിയൻ അല്ലെങ്കിൽ ബുർജി മംലൂക്കുകൾ എന്ന് വിളിക്കപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗം, അത് 1382 മുതൽ അവസാനം 1517 വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടമാണ് ഇവരുടെ രണ്ടാമത്തെ ഭരണ കാലഘട്ടം. ഇങ്ങനെ 2 വിഭാഗങ്ങളായിട്ടാണ്
ഈ നോർത്ത് ആഫ്രിക്കൻ കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന മംലൂക്കുകളുടെ കാറ്റഗറി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. അതിൽ ഒരുപക്ഷെ ഇവരുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനായി നമുക്ക് കാണുന്നത് 2 തരം സംഘർഷങ്ങളെ അവർ നേരിട്ടു എന്നുള്ളതാണ്. അതായത് ഒരു ഇസ്ലാമിക ലോകം അവരെ അഭിമാനപൂർവ്വം കാണുന്നത്, ഒന്ന് ക്രുസേഡുകാർക്കെതിരെയുള്ള വിവിധ ഭാഗങ്ങളിൽ ക്രുസേഡുകൾ പിടിച്ചെടുത്തിരുന്ന സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കുന്ന ഒരു ചരിത്രം ഇവർക്കുണ്ട്. മറ്റൊന്ന് 1260 ഐനിജാലൂത്ത് യുദ്ധത്തിലോടുകൂടി മംഗോളുകളുടെ അധികാരം ഇല്ലാതാക്കുന്ന ചരിത്രവും ഈ കാലഘട്ടത്തിലാണ്. ഈ 2 സംഭവങ്ങൾ മംലൂക്കുകളെ ഇസ്ലാമിക ലോകത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാക്കി മാറ്റുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസുദ്ദീൻ ഐബക്ക് 1ാമത്തെ ഭരണാധികാരിയായും അലി മൻസൂർ അൽ മൻസൂർ അലിയെ 2ാം ഭരണാധികാരിയായും പിന്നീട് സൈഫുദ്ദീൻ ഖുത്തുസും അതുപോലെ തന്നെ റുക്കുനുദ്ദീൻ ബൈബേഴ്സിന് ശേഷം പിന്നീട് ഭരണാധികാരിയായി വരുന്നത് റുക്കുനുദ്ദീൻ ബൈബേഴ്സിൻ്റെ ഭരണകാലഘട്ടം നീണ്ട കാലഘട്ടമാണ്. 1260 മുതൽ 1277 വരെ 17 വർഷക്കാലമാണ് റുക്കുനുദ്ദീൻ ബൈബേഴ്സ് ഭരിക്കുന്നതായും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഇതിന് ശേഷമാണ് പിന്നീട് അൽ ഷാദ് ബറക്ക എന്ന് വിളിക്കപ്പെടുന്ന 1277 മുതൽ 79 വരെ നിൽക്കുന്ന 2 വർഷക്കാലം ഭരിക്കുന്നത്. പിന്നീട് ബദറുദ്ദീൻ സൊലോമിഷ്, അൽ മൻസൂർ കലാവൂൻ, അൽ അഷ്റഫ് ഖലീൽ, അൻ നാസിർ മുഹമ്മദ്, അൽ ആദിൽ ഖുതുബ, ലാച്ചിൻ, ഇങ്ങനെ നിരവധി ഭരണാധികാരികൾ ഇവരുടെ ശേഷം വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2 തരത്തിലുള്ള വർഗീകരണം ഇവരുടെ ഭരണത്തിലുണ്ട്. ഒന്ന് തുർക്കിക് ബഹരി വിഭാഗങ്ങളുടെ മംലൂക്ക് സുൽത്താൻമാരുടെ ഭരണം, രണ്ടാമത്തത് മറ്റൊരു വിഭാഗമായ ബുർജികളുടെ ഭരണകാലഘട്ടം. അപ്പം ഈ 2 ഭരണകാലഘട്ടവും ഒരുപക്ഷെ ഈ ലവാൻത്ത്, ഹിജാസ്, നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങൾ കീഴടക്കിയിരിക്കുന്ന ഒരു ഭരണകാലഘട്ടമാണ്. അതുപോലെ ഇവരുടെ ഡിക്ലൈൻ സംഭവിക്കുന്നത്, അതായത് 1500കളിലാണ് ഇവരുടെ അധികാരങ്ങൾ ഇല്ലാതാവുകയും ഉസ്മാനി സുൽത്താൻമാർ ഹിജാസും നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള സൈനിക പര്യടനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്നത്. സുൽത്താൻ ബായസീദ് 2ാമൻ അദ്ദേഹം മംലൂക്കുകളുടെ സ്വാധീനത്തെ ഇല്ലാതാക്കുക എന്ന രീതിയിൽ ചില എക്സ്പെഡിഷൻ 1514 നടത്തുന്നുണ്ട്. അതിനുശേഷം ഭരണാധികാരിയായിരുന്ന സുൽത്താൻ സലീം 1ാമൻ അദ്ദേഹമാണ് മംലൂക്കുകളെ അവിടുത്തെ അധികാരത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നത്. പ്രധാനമായും 2-3 കാരണങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് മംലൂക്കുകളെ അധികാരത്തിൽ നിന്ന് ഇവരെ ഇല്ലാതാക്കിയത്. അതിന് പ്രധാനപ്പെട്ട കാരണം പറയുന്നത്, ഒന്ന്, അവിടെ ഉണ്ടായിരുന്ന പോർച്ചുഗീസ്, ഡച്ച്, പ്രത്യേകിച്ച് പോർച്ചുഗീസ് ആർമിക്ക് ഇസ്ലാമിക ലോകത്തെ ഒരു സാന്നിധ്യം ഒരുക്കി കൊടുക്കുന്നതിൽ ഈ മംലൂക്ക് ഭരണാധികാരികളുടെ കൈയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യൻ, മെഡിറ്ററേനിയൻ, റെഡ് സീ അടക്കമുള്ള വിവിധ സമുദ്ര മേഖലകളിൽ പോർച്ചുഗീസുകാരുമായിട്ടുള്ള മംലൂക്കുകളുടെ യുദ്ധം മുസ്ലിങ്ങളുടെയും അല്ലെങ്കിൽ മുസ്ലിം ആധിപത്യത്തിൻ്റെയും താല്പര്യങ്ങൾക്ക് എതിരായി വരുന്നു എന്ന് കണ്ടറിഞ്ഞതുകൊണ്ടാണ് മംലൂക്കുകൾക്കെതിരെ യുദ്ധം ചെയ്തതെന്ന് എന്ന് പറയുന്ന ഒരു ചരിത്ര നിരീക്ഷണമുണ്ട്. മറ്റൊന്ന്, അന്ന് 1501 കാലഘട്ടങ്ങളിൽ ഇറാനിൽ ഉടലെടുത്ത സഫവി ഡൈനാസ്റ്റി എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു ഷിഈ പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട സഫവി ഡൈനാസ്റ്റി, ഷെയ്ഖ് ഇസ്മായിലിൻ്റെ നേതൃത്വത്തിലാണ് സഫവി ഡൈനാസ്റ്റി 1501 ഇറാൻ ഭാഗത്ത് രൂപപ്പെടുന്നത്. ഇവരുടെ കാഴ്ചപ്പാടുകളെ, അതായത് ഷീ ആയിരുന്നു, അപ്പോൾ ഇവരുടെ കാഴ്ചപ്പാടുകളെയും ഇവരുടെ പ്രാദേശിക താല്പര്യങ്ങളെയും മംലൂക്കുകൾ ഉസ്മാനികൾക്കെതിരെ ഇവരെ സഹായിക്കുകയും ഉസ്മാനികൾക്കെതിരെ ഇവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മതപരമായ വീക്ഷണവും ഒരു പ്രാദേശിക താല്പര്യത്തിൻ്റെ ഒരു നിലപാടും ഉള്ളതുകൊണ്ടും കൂടിയുമാണ് ഈ 2 കാരണങ്ങളിലൂടെയാണ് സുൽത്താൻ സലീം 1ാമൻ ഈ ഭാഗങ്ങളിലേക്ക് വരികയും ഈജിപ്റ്റ് 1517 പിടിച്ചടക്കുകയും
അവസാനം ആ ഭാഗത്തു നിന്ന് നോർത്ത് ആഫ്രിക്കൻ ഹിജാസ് ഭാഗത്തു നിന്നുള്ള അവരുടെ മുഴുവൻ സാന്നിധ്യത്യം ഇല്ലാതാക്കുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുമ്പ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി സ്വയം സ്വീകരിച്ചിരുന്ന ഖാദിമുൽ ഹറമൈൻ എന്നുള്ള പദവി സലീം ഒന്നാമൻ ഈ 1517 നീണ്ട വർഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും തിരിച്ചെടുക്കുന്നതായി കാണുവാൻ കഴിയും. അതിനുശേഷം ഈ 1517 വിജയം ഹിജാസും കൂടി മക്കയും മദീനയുമുള്ള പ്രദേശങ്ങളൂടി കൈവരുന്നതോടുകൂടി അദ്ദേഹം സ്വയം ഒരു ഖിലാഫത്ത് പ്രഖ്യാപിക്കുന്ന ചരിത്രവും ഈ ഒരു കാലഘട്ടത്തിലാണ്. അതായത് എന്തുകൊണ്ടാണ് ഖിലാഫത്ത് പ്രഖ്യാപിക്കുന്നത്? അതിൽ മറ്റൊരു ചരിത്ര വായനയും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മംലൂക്കുകളും അയ്യൂബികളും ഫാത്തിമികൾ സ്വയം ഖിലാഫത്ത് പ്രഖ്യാപിച്ചതോടുകൂടി അത് മറ്റൊരു വിവിധ ഗ്രൂപ്പായി മാറിയിരുന്നല്ലോ. കാരണം അബ്ബാസികൾ സുന്നികളാണ്, ഫാത്തിമികൾ ഷിയാക്കളായിരുന്നു. പക്ഷേ പിന്നീട് വന്ന അയ്യൂബികളും മംലൂക്കുകളും പേരിൽ അബ്ബാസി ഖിലാഫത്തിനെ അവർ അംഗീകരിച്ചിരുന്നു. അയ്യൂബികൾ അവസാനം വരെയും അബ്ബാസി ഖിലാഫത്തിൻ്റെ ഒരു വസലായി, അവരുടെ സാമന്ത രാഷ്ട്രം, അവരുടെ അധികാരത്തിന് കീഴിലുള്ള ഭരണം എന്ന രീതിയിലാണ് അവസാനം വരെയും കണ്ടത്. സ്വാഭാവികമായും നോമിനലായിരുന്നു ബന്ധമെങ്കിൽ പോലും അവരുടെ പ്രാർത്ഥനകളിലും ജുമാ ഖുതുബകളിലും അബ്ബാസി ഖിലാഫത്തിൻ്റെ ഖലീഫയുടെ പേരുകൾ ഉച്ചരിക്കുമായിരുന്നു. മംലൂക്കുകൾ ഒരുപക്ഷെ അബ്ബാസി ഖിലാഫത്ത് 1558 മംഗോളുകൾ ആക്രമണത്തോടുകൂടി ഖിലാഫത്ത് ഇല്ലാതായെങ്കിൽ പോലും ബൈബറിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം രക്ഷപ്പെട്ടു പോയ അബ്ബാസി ഖിലാഫത്തിൻ്റെ രാജകുമാരനെ തിരിച്ച് മംഗോളുകളെ ഐനുജാലത്തിൽ പരാജയപ്പെടുത്തിയതിനു ശേഷം അവിടെ പുനഃസ്ഥാപിക്കുകയും അങ്ങനെ വീണ്ടും ഈജിപ്റ്റ് കേന്ദ്രീകരിച്ച് അബ്ബാസി ഖിലാഫത്തിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, രാഷ്ട്രീയ നീക്കം റുക്കുനുദ്ദീൻ ബൈബേഴ്സിൻ്റെ കാലത്തുണ്ടാവുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ കരുതുന്നത് അബ്ബാസി ഖിലാഫത്തിൻ്റെ രാഷ്ട്രീയ സാന്നിധ്യവും സ്വാധീനവും മംഗോളുകളുടെ ആക്രമണത്തോട് ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. എന്നാൽ നോമിനലായി വീണ്ടും അബ്ബാസികളുടെ രാജകുമാരനെ ഖലീഫയായി വീണ്ടും പുനഃസ്ഥാപിക്കുന്നത് റുക്കുനുദ്ദീൻ ബൈബേഴ്സാണ്. എന്നിട്ട് അവർ അവസാനം വരെയും അബ്ബാസി ഖിലാഫത്തിനെ പേരിലെങ്കിലും അംഗീകരിച്ചിരുന്നതായി കാണുവാൻ കഴിയും. ആ ഒരു സാഹചര്യത്തിലാണ് അവസാനം 1517 സുൽത്താൻ സലീം ഒന്നാമൻ ഈ ഭാഗങ്ങളെ കീഴടക്കുകയും അബ്ബാസികളുടെയും ഈ അവകാശവാദത്തെ തള്ളിക്കളയുകയും ഖിലാഫത്ത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു ചരിത്രമാണ് മംലൂക്കുകളുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചരിത്രം. അതിൻ്റെ കൂടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരുടെ അധികാരം ഇല്ലാതാണെങ്കിൽ പോലും പിന്നീട് ചരിത്രത്തിൽ ഈ മംലൂക്കുകൾ ഉസ്മാനികളുടെ തന്നെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു സൈനിക മേഖലയിലെ പ്രധാനപ്പെട്ട വിഭാഗമായി മാറുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഉസ്മാനികളുടെ പ്രധാനപ്പെട്ട മിലിറ്ററി ജനറൽമാരുമായും ഉസ്മാനി ഗാരിസൺ, ഉസ്മാനി കാവൽറി, ഉസ്മാനി വിവിധ സൈനിക ഘടനയിൽ, അതുപോലെ തന്നെ വിവിധ ഗവർണർഷിപ്പിൽ പാഷമാരുടെ പോസ്റ്റിലേക്കൊക്കെ ഈ മംലൂക്കുകളുടെ പിൻഗാമികൾ അധികാരത്തിലുണ്ടായിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഇസ്ലാമിക ലോകത്തെ പ്രധാനപ്പെട്ട നോർത്ത് ആഫ്രിക്കൻ, ഹിജാസ്, അതുപോലെ തന്നെ ഈ മൊറോക്കോ, സ്പെയിൻ ഭാഗങ്ങളിലെല്ലാം അധികാരം നിലനിർത്തിയിരുന്ന, മെഡിറ്ററേനിയൻ, ഇന്ത്യൻ ഓഷ്യൻ ഭാഗങ്ങളിലും സമുദ്രമേഖലയിലെല്ലാം ശക്തമായ അധികാരം നിലനിർത്തിയിരുന്ന അബ്ബാസി ഖിലാഫത്തിനെ അംഗീകരിച്ചും അതുപോലെ തന്നെ ഫാത്തിമികളെ പോലെ അംഗീകരിക്കാതെയും അധികാരം നടത്തിയിരുന്ന വിഭാഗങ്ങളാണ് ഈ 3 രാജവംശങ്ങളും. പൊതുവായി ഇസ്ലാമിക ലോകത്ത് നിരവധി സംഭാവനകൾ അവർ അർപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ആർക്കിടെക്ചർ മേഖലകളിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻ അതിമഹത്തരമാണ്. അതുപോലെ തന്നെ ജാമിയത്തുൽ അസ്ഹർ പോലെ ഫാത്തിമികളുടെ തന്നെ കയ്യാൽ രൂപപ്പെട്ട സ്ഥാപനമാണ് ഇന്നും ഇസ്ലാമിക ലോകത്ത് ഉയർന്നു നിൽക്കുന്ന ജാമിയത്തുൽ അസ്ഹർ. അതുപോലെ തന്നെ ഈ സ്പെയിനിലെയും കൈറുവാനിലെയും വിവിധ സിറ്റികൾ, അതുപോലെ തന്നെ കാഹിറ എന്ന് വിളിക്കപ്പെടുന്ന കെയ്റോയുടെ തന്നെ രൂപീകരണമെല്ലാം ഉണ്ടാവുന്നത്
ഫാത്തിമയുടെ കാലഘട്ടത്തിലാണ്. അതുപോലെ ഇസ്ലാമിക ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട വില്ലന്മാരായിരുന്ന, അതായത് ശക്തരായ എതിരാളികളായിരുന്ന മംഗോളുകളെ ഇല്ലാതാക്കുന്നതും അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നതും ഈ അയ്യൂബികളും മംലൂക്കുകളുമായിരുന്നു. മംലൂക്കുകളാണ് മംഗോളുകളുടെ അവസാനത്തെ സാന്നിധ്യം ഇല്ലാതാക്കുന്നതും. അതുപോലെ തന്നെ ഈ ക്രുസേഡ് വാറ് ശക്തമായിരുന്ന കാലഘട്ടത്തിൽ ഫലസ്തീൻ തിരിച്ചു പിടിക്കുകയും അതിനെ ഇസ്ലാമിക ലോകത്തിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത ഭരണാധികാരികളായിരുന്നു അയ്യൂബികളും മംലൂക്കുകളും. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയും സൈഫുദ്ദീൻ ഖുത്തുസും റുക്നുദ്ദീൻ ബൈബേഴ്സുമെല്ലാം അവരുടെ പേരുകൾ വീണ്ടും വീണ്ടും ഉച്ചരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇസ്ലാമിക ലോകത്ത് വെറും 3 മാസത്തേക്കാണെങ്കിൽ പോലും ഒരു സ്ത്രീയുടെ ഭരണം ഉണ്ടാവുന്നത് ഷജറുദ്ദുറിൻ്റെ മംലൂക്കിൻ്റെ കാലഘട്ടത്തിലാണ്, അയ്യൂബികളുടെ കാലഘട്ടത്തിലാണ്. ഇങ്ങനെ നീണ്ട ചരിത്രങ്ങളെല്ലാം ഉള്ള 3 രാജവംശങ്ങളാണ് ഫാത്തിമികളും അയ്യൂബികളും മംലൂക്കുകളും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.